നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണോ? എങ്കിൽ നിങ്ങളുടെ ശമ്പളം, ലീവ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ വരികയാണ്. നിലവിലുള്ള 29 നിയമങ്ങൾക്ക് പകരം 4 പുതിയ ലേബർ കോഡുകൾ. ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ മാറ്റം വേതനം എന്നതിലാണ്. ഇതുവരെ ഗ്രാറ്റുവിറ്റിയും PF-ഉം കണക്കാക്കിയിരുന്നത് നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം മാത്രം നോക്കിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വേതനം എന്നതിന് പുതിയ വിശാലമായ അർത്ഥം നൽകി. ഇനി മുതൽ അടിസ്ഥാന ശമ്പളം മാത്രമല്ല, മറ്റ് അലവൻസുകളും ഉൾപ്പെടുത്തിയ വലിയ തുകയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കണക്കാക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി തുക കാര്യമായി കൂടും. രണ്ടാമത്തെ മാറ്റം ആരാണ് തൊഴിലാളി എന്നതിലാണ്. പുതിയ നിയമത്തിൽ തൊഴിലാളി എന്നതിന്റെ പരിധി കൂട്ടി. മാനേജീരിയൽ, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ചെയ്യാത്ത ഭൂരിഭാഗം പേരും ഇനി തൊഴിലാളി എന്ന വിഭാഗത്തിൽ വരും. ഇതിലൂടെ ഓവർ ടൈം വേതനം, ലീവ് കാശാക്കാനുള്ള അവസരം തുടങ്ങിയ കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾ അർഹരാകും. മൂന്നാമത്തെ വലിയ മാറ്റം ഗിഗ് വർക്കേഴ്സിനാണ്. സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരെ ആദ്യമായി നിയമപരമായി അംഗീകരിച്ചു. ഇവർക്ക് ഇനി സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വരും. അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വഴിയൊരുങ്ങും. നാലാമതായി ജോലി നിയമനത്തിലെ മാറ്റങ്ങൾ. നിങ്ങളൊരു നിശ്ചിത കാലയളവിലേക്ക് ജോലി ചെയ്യുന്ന ആളാണോ? എങ്കിൽ ഇനി 1 വർഷം പൂർത്തിയാക്കിയാൽ തന്നെ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. പഴയ നിയമത്തിൽ ഇതിൽ 5 വർഷം കാത്തിരിക്കണമായിരുന്നു. അതോടൊപ്പം ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ജോലികൾക്ക് ഇനി കോൺട്രാക്ട് തൊഴിലാളികളെ വെക്കുന്നത് നിയമം നിരോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തും എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്തിമമായ മാറ്റങ്ങൾ. ഇത് ചിലപ്പോൾ സ്ഥാപനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചുരുക്കത്തിൽ പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ ജീവനക്കാരുടെ അവകാശങ്ങൾ വർദ്ധിക്കാനും സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷ ഉറപ്പാക്കാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.